Radio Library. Radio Library with RJ Radish. പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് സാമ്പത്തികമായും സാമൂഹികമായും പുരുഷന്മാരെ ആശ്രയിക്കേണ്ടി വരിക എന്നുള്ളത്. സ്വന്തമായിട്ടൊരു ഇടമോ വിദ്യാഭ്യാസമോ ഇല്ലാത്തതുകൊണ്ട് അവരുടെ സർഗാത്മകത പലപ്പോഴും അടിച്ചമർത്തപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. സാഹിത്യരചനയിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീക്ക് സ്വന്തമായി പണവും തന്റേതായ ഒരു മുറിയും വേണ്ടേ? അത് ഉറപ്പായിട്ടും വേണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. ഞാൻ രതീഷ്. വളരെ പ്രശസ്തയായിട്ടുള്ള ഇംഗ്ലീഷ് എഴുത്തുകാരിയാണ് വിർജീനിയ വോൾഫ്. വിർജീനിയ വോൾഫ് എഴുതിയ എ റൂം ഓഫ് വൺസ് ഓൺ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് കൂടുതൽ അടുത്തറിയാൻ പോകുന്നത്. ഈ പുസ്തകം ഇന്ന് നമ്മളെ പരിചയപ്പെടുത്താനായിട്ട് റേഡിയോ ലൈബ്രറിയിൽ എത്തിയിട്ടുള്ളത് ചിത്ര ശിവനാണ്. ആള് HR മാനേജറാണ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ്, എനർജി മാസ്റ്റർ ഹീലർ ആണ് ആൻഡ് എഴുത്തുകാരി കൂടി തന്നെയാണ്. സ്വാഗതം റേഡിയോ ലൈബ്രറിയിലേക്ക്. നന്ദി രതീഷ്. അപ്പൊ ഈ ഒരു പുസ്തകം സ്ത്രീകൾക്ക് വേണ്ടി മാത്രം എഴുതിയ പുസ്തകം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരു ഫെമിനിസ്റ്റ് ബുക്ക് എന്നാണ് ഇതിനെ കുറിച്ച് അറിയപ്പെടുന്നത്. സാധാരണ ഒരു സാഹിത്യകൃതിയല്ല, ഒരു നോവലും അല്ല, ഒരു കഥയുമല്ല. മറിച്ച് മനുഷ്യന്റെ ഭൗതിക സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സൃഷ്ടിപരമായ ജീവിതത്തെക്കുറിച്ചും സമൂഹത്തിലെ അസമത്വങ്ങളെക്കുറിച്ചും ചിന്തിപ്പിക്കുന്ന ഒരു മഹത്തായ ദാർശനിക കൃതിയാണ്. ലോക സാഹിത്യത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് വിർജീനിയ വോൾഫിന്റെ എ റൂം ഓഫ് വൺസ് ഓൺ എന്ന കൃതി. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഉയർന്ന ചോദ്യം ഇതായിരുന്നു: ചരിത്രത്തിൽ എത്ര പ്രതിഭകൾ ജീവിച്ചിരുന്നു, പക്ഷെ ചരിത്രം അവരെ രേഖപ്പെടുത്തിയില്ലേ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ പുസ്തകം. മനുഷ്യന്റെ കഴിവുകൾ എങ്ങനെ വളരുന്നു, സമൂഹം എങ്ങനെ ചില ശബ്ദങ്ങളെ കേൾക്കുകയും ചില ശബ്ദങ്ങളെ നിശബ്ദമാക്കുകയും ചെയ്യുന്നു എന്ന വലിയ സത്യമാണ് ഈ പുസ്തകം നമുക്ക് തരുന്നത്. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും സ്വാധീനമുള്ള എഴുത്തുകാരിൽ ഒരാളാണ് വിർജീനിയ വോൾഫ്. അവരൊരു നോവലിസ്റ്റ് മാത്രമല്ല, സാഹിത്യ വിമർശക, ലേഖക, പ്രസാധക, ആധുനിക സാഹിത്യത്തിന്റെ നവോത്ഥാന നായിക, സ്ത്രീ സ്വാതന്ത്ര്യ ചിന്തക എന്ന നിലകളിലും ലോകം അവരെ അംഗീകരിക്കുന്നു. ജെയിംസ് ജോയ്സ്, TS എലിയറ്റ്, EM ഫോസ്റ്റർ തുടങ്ങിയ എഴുത്തുകാർക്കൊപ്പം ഇംഗ്ലീഷ് മോഡേണിസത്തിന്റെ പ്രധാന പ്രതിനിധികളിൽ ഒരാളാണ് വിർജീനിയ വോൾഫ്. അവരുടെ രചനകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന എഴുത്ത് ശൈലിയാണ്. മനുഷ്യന്റെ മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകളെ അതേ സ്വാഭാവികതയിൽ അവതരിപ്പിക്കുന്ന ഈ ശൈലി സാഹിത്യത്തിൽ പുതിയൊരു വഴിത്തിരിവായിരുന്നു. ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലം 1928 കേംബ്രിഡ്ജ് സർവകലാശാലയിലെ 2 വനിതാ കോളേജുകളായ ന്യൂഹാം കോളേജ്, ഗിർട്ടൺ കോളേജ് എന്നിവിടങ്ങളിൽ വുമൺ ആൻഡ് ഫിക്ഷൻ എന്ന വിഷയത്തിൽ വിർജീനിയ വോൾഫ് 2 പ്രഭാഷണങ്ങൾ നടത്തി. ആ പ്രഭാഷണങ്ങളാണ് പിന്നീട് എ റൂം ഓഫ് വൺസ് ഓൺ എന്ന പുസ്തകമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത്. പക്ഷേ സ്ത്രീകളും സാഹിത്യവും എന്ന ചെറിയ വിഷയത്തെ തുടങ്ങിയ ഈ പ്രഭാഷണം പിന്നീട് മനുഷ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ചിന്തകളിലൊന്നായി മാറി. ഈ പുസ്തകത്തെ ലോകമെമ്പാടും പ്രശസ്തമാക്കിയത് ഒരു വാചകമാണ്: എ വുമൺ മസ്റ്റ് ഹാവ് മണി ആൻഡ് എ റൂം ഓഫ് ഹെർ ഓൺ ഇഫ് ഷീ ഹാസ് ടു റൈറ്റ് ഫിക്ഷൻ. ഈ വാചകം പലരും ഉദ്ധരിക്കാറുണ്ട്, പക്ഷേ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നവർ കുറവാണ്. ഇവിടെ റൂം എന്നത് വെറും 4 ചുമരുകളല്ല, മണി എന്നത് വെറും സമ്പത്തുമല്ല. വോൾഫ് പറയുന്നത് ഒരു വ്യക്തിക്ക് സൃഷ്ടി നടത്താൻ വേണ്ടത് സമയം, സ്വാതന്ത്ര്യം, സാമ്പത്തിക സുരക്ഷ, സ്വീകാര്യത, ആത്മവിശ്വാസം എന്നിവയാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന്റെ തലക്കെട്ട് തന്നെ ഒരു വലിയ പ്രതീകമായി മാറുന്നത്. ഈ പുസ്തകത്തിൽ ആകെ 6 അധ്യായങ്ങളുണ്ട്. എന്നാൽ അവ 6 കഥകളല്ല, ഒരു ചിന്തയുടെ വളർച്ചയാണ്. ഓരോ അധ്യായവും നമ്മെ ഒരു പുതിയ തിരിച്ചറിവിലേക്കാണ് നയിക്കുന്നത്. എ റൂം ഓഫ് വൺസ് ഓൺ. ഈ പുസ്തകത്തെ ലോകമെമ്പാടും പ്രശസ്തമാക്കിയത് ഈ ഒരു വാചകമാണ്: എ വുമൺ മസ്റ്റ് ഹാവ് മണി ആൻഡ് എ റൂം ഓഫ് ഹെർ ഓൺ ഇഫ് ഷീ ഹാസ് ടു റൈറ്റ് ഫിക്ഷൻ. ഈ പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിൽ വൂൾഫ് ഒരു സർവകലാശാല ക്യാമ്പസിലൂടെ നടക്കുകയാണ്. അവൾക്ക് അവിടെ ലൈബ്രറിയിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല, കാരണം അവൾ ഒരു സ്ത്രീയാണ്. ഇവിടെ വൂൾഫ് ഒരു ചെറിയ സംഭവമല്ല വിവരിക്കുന്നത്. അറിവിലേക്കുള്ള വാതിലുകൾ പോലും ഒരു കാലത്ത് എല്ലാവർക്കും ഒരുപോലെ തുറന്നിരുന്നില്ല എന്ന വലിയ സത്യമാണ് അവർ പറയുന്നത്. അതുപോലെ പുരുഷന്മാരുടെ കോളേജിലെ സമൃദ്ധമായ ഭക്ഷണവും സ്ത്രീകളുടെ കോളേജിലെ ലളിതമായ ഭക്ഷണവും അവർ താരതമ്യം ചെയ്യുന്നു. ഇത് ഭക്ഷണത്തെക്കുറിച്ചല്ല, സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ അസമത്വത്തിന്റെ പ്രതീകമാണ്. ഈ അധ്യായം അവസാനിക്കുമ്പോൾ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയരുന്നു: സമൂഹം സ്ത്രീകൾക്ക് അറിവിലേക്കുള്ള അവസരങ്ങൾ പുരുഷന്മാർക്കൊപ്പം നൽകിയിരുന്നോ? 2-ാം അധ്യായത്തിൽ വൂൾഫ് ചരിത്രം സ്ത്രീകളെ എങ്ങനെ മറന്നു എന്നന്വേഷിക്കുകയാണ്. ലൈബ്രറികളിൽ സ്ത്രീകളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ അന്വേഷിക്കുന്ന വൂൾഫ് ഒരു അതിശയകരമായ കാര്യം കണ്ടെത്തുന്നു: സ്ത്രീകളെക്കുറിച്ച് 100 കണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷേ അവ എഴുതിയത് കൂടുതലും പുരുഷന്മാരാണ്. അപ്പോൾ സ്ത്രീകളുടെ സ്വന്തം ശബ്ദം എവിടെയാണ്? സ്വന്തം ജീവിതം, അവർ തന്നെ എഴുതിയ ചരിത്രം എവിടെയാണ്? ഇവിടെയാണ് വൂൾഫ് ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തൽ അവതരിപ്പിക്കുന്നത്. സ്ത്രീകൾക്ക് പ്രതിഭ ഇല്ലാതിരുന്നതുകൊണ്ടല്ല അവർ ചരിത്രത്തിൽ കുറവായി കാണപ്പെട്ടത്. അവരുടെ പ്രതിഭ വളരാൻ സമൂഹം ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം സ്ത്രീകളുടെ കഴിവുകളെക്കുറിച്ചല്ല,
അവസരങ്ങളെക്കുറിച്ചാണ്. ഈ പുസ്തകത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായതും ഏറ്റവും ശക്തമായതുമായ ഭാഗം 3-ാം അധ്യായമാണ്. വിർജീനിയ വൂൾഫ് ഇവിടെ ചരിത്രത്തെ നേരിട്ട് വിവരിക്കുന്നില്ല, പകരം ഒരു സാങ്കല്പിക കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നു. ആ കഥാപാത്രത്തിന്റെ പേര് ജൂഡിത്ത് ഷേക്സ്പിയർ. അവർ നമ്മളോടൊരു സങ്കല്പം പങ്കുവെക്കുന്നു. വില്യം ഷേക്സ്പിയറിന് ജൂഡിത്ത് എന്ന പേരിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് സങ്കല്പിക്കാം. അവൾക്കും ഷേക്സ്പിയറിനോട് തുല്യമായ പ്രതിഭയും സൃഷ്ടിപരമായ കഴിവും ഉണ്ടായിരുന്നുവെന്ന് കരുതാം. എന്നാൽ അവൾ ജീവിച്ചിരുന്ന സമൂഹം അവൾക്ക് എന്ത് നൽകുമായിരുന്നു? അവൾക്ക് സ്കൂളിൽ പോകാൻ അനുവാദമില്ല, പഠിക്കാൻ കഴിയില്ല, നാടകം കാണാനോ എഴുതാനോ കഴിയില്ല, വിവാഹം നിരസിക്കാൻ കഴിയില്ല, സ്വന്തം സ്വപ്നങ്ങൾ പിന്തുടരാൻ കഴിയില്ല. അവസാനം അവളുടെ പ്രതിഭ ലോകമറിയാതെ ഇല്ലാതാകുന്നു. ഇവിടെ ജൂഡിത്ത് ഷേക്സ്പിയർ ഒരു വ്യക്തിയല്ല, ചരിത്രത്തിൽ ജീവിച്ചിട്ടും ചരിത്രത്തെ രേഖപ്പെടുത്താതെ പോയ എല്ലാ സ്ത്രീകളുടെയും പ്രതീകമാണ് ജൂഡിത്ത്. ഈ അധ്യായം നമ്മെ വളരെ ആഴ്ത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ചരിത്രം പ്രതിഭയെ രേഖപ്പെടുത്തിയിരുന്നോ? ഇല്ല. അവസരം ലഭിച്ച പ്രതിഭകളെയാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. എത്രയോ ജൂഡിത്ത് ഷേക്സ്പിയർമാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജനിച്ചിട്ടുണ്ടാകാം, പക്ഷെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരുടെ കഴിവുകളെ വിരിയാൻ അനുവദിച്ചില്ല. ഇതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ ഇമോഷണൽ പാർട്ട്. 4-ാം അധ്യായത്തിൽ വൂൾഫ് സ്ത്രീ എഴുത്തുകാരുടെ വളർച്ചയെക്കുറിച്ച് സംസാരിക്കുന്നു. ആദ്യകാല വനിതാ എഴുത്തുകാർക്ക് സ്വതന്ത്രമായി എഴുതാൻ പോലും ഭയമായിരുന്നു. സമൂഹത്തിന്റെ പ്രതീക്ഷകൾ അവരെ നിയന്ത്രിച്ചു. അതുകൊണ്ട് പലരും പുരുഷ എഴുത്തുകാരുടെ ശൈലി അനുകരിക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് മാറ്റം വന്നു. സ്ത്രീകൾ സ്വന്തം ജീവിതം എഴുതാൻ തുടങ്ങി, സ്വന്തം അനുഭവങ്ങൾ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ സമൂഹത്തെ കാണുന്ന കാഴ്ചപ്പാട്, ഇതെല്ലാം സാഹിത്യത്തിന്റെ ഭാഗമായി. ഇവിടെയാണ് വൂൾഫ് പറയുന്നത്, സ്ത്രീകൾ പുരുഷന്മാരെ പോലെ എഴുതേണ്ടതില്ല, സ്ത്രീകൾ സ്ത്രീകളായി എഴുതണം. ഇത് പുരുഷന്മാർക്കെതിരായ പ്രസ്താവനയല്ല, മറിച്ച് ഓരോ മനുഷ്യനും സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് എഴുതണമെന്ന സാഹിത്യ ദർശനമാണ്. കാരണം മനുഷ്യാനുഭവം പൂർണ്ണമാകണമെങ്കിൽ സ്ത്രീയുടെ അനുഭവവും സാഹിത്യത്തിൽ ഉണ്ടാവണം. 5-ാം അധ്യായത്തിലാണ് ലോകപ്രശസ്തമായ ഈ വാചകം വീണ്ടും നമ്മുടെ മുന്നിലെത്തുന്നത്. എ വുമൺ മസ്റ്റ് ഹാവ് മണി ആൻഡ് എ റൂം ഓഫ് ഹെർ ഓൺ ഇഫ് ഷീ ഹാസ് ടു റൈറ്റ് ഫിക്ഷൻ. വൂൾഫ് ഇവിടെ സമ്പന്നതയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. അവർ പറയുന്നത് വളരെ ലളിതമായ ഒരു സത്യമാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാത്ത ഒരാളുടെ ജീവിതം പലപ്പോഴും മറ്റൊരാളുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. അതിനാൽ മണി എന്നത് വെറും പണമല്ല, അത് സ്വാതന്ത്ര്യം, ആത്മാഭിമാനം, തീരുമാനമെടുക്കാനുള്ള കഴിവ്, ഭയമില്ലാതെ ജീവിക്കാനുള്ള അവകാശം. അതുപോലെ റൂം എന്നത് ഒരു മുറിയല്ല, അത് ചിന്തിക്കാനുള്ള സമയം, എഴുതാനുള്ള നിശബ്ദത, സ്വന്തം മനസ്സിനെ കേൾക്കാനുള്ള അവസരം, വ്യക്തിത്വം വളരാനുള്ള സ്വകാര്യ ഇടം. ഇവിടെ വൂൾഫ് ഒരു വലിയ ജീവിത പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രതിഭ ജന്മസിദ്ധമായിരിക്കാം, പക്ഷേ പ്രതിഭ വിരിയാൻ അനുയോജ്യമായ അന്തരീക്ഷം അനിവാര്യമാണ്. ഒരു വിത്ത് നല്ലതായാലും മണ്ണും വെള്ളവും വെളിച്ചവും ഇല്ലെങ്കിൽ അത് വളരില്ല. അതുപോലെ ഒരു മനുഷ്യന്റെ കഴിവിനും വളരാൻ സ്വാതന്ത്ര്യവും സാഹചര്യവും വേണം. ഈ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലും തോറും നമുക്കൊരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. വിർജീനിയ വൂൾഫ് നമുക്ക് ചില ഇടങ്ങളിൽ പറഞ്ഞു തരുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. അത് അവസാന അധ്യായത്തിലാണ്. അവസാന അധ്യായത്തിൽ വൂൾഫ് വളരെ പ്രതീക്ഷയോടെയാണ് സംസാരിക്കുന്നത്. അവർ സ്ത്രീകളെ പുരുഷന്മാരോട് മത്സരിക്കാൻ പറയുന്നില്ല, പുരുഷന്മാരെ കുറ്റപ്പെടുത്താനും ശ്രമിക്കുന്നില്ല. മറിച്ച് അവർ പറയുന്നത് സ്ത്രീകൾ സ്വന്തം ജീവിതം സ്വന്തം ശബ്ദത്തിൽ എഴുതട്ടെ. ഇവിടെയാണ് അവർ അവതരിപ്പിക്കുന്ന മറ്റൊരു പ്രധാന ആശയം, ആൻഡ്രോജീനസ് മൈൻഡ്. ഈ ആശയം അനുസരിച്ച് ഒരു മികച്ച എഴുത്തുകാരന്റെ മനസ്സ് സ്ത്രീയുടെയോ പുരുഷന്റെയോ പരിധികളിൽ ഒതുങ്ങരുത്. അതൊരു വിശാലമായ മനുഷ്യ സ്നേഹത്തിന്റെ മനസ്സായിരിക്കണം. വൂൾഫിന്റെ അഭിപ്രായത്തിൽ സാഹിത്യം വിഭജിക്കാനല്ല, ചേർക്കാനാണ്. അതുകൊണ്ട് ഈ പുസ്തകത്തിന്റെ അവസാനം ഒരു പ്രതിഷേധത്തിന്റെ അവസാനമല്ല, ഒരു പ്രതീക്ഷയുടെ തുടക്കമാണ്. ഈ പുസ്തകത്തിലെ 1-ാം അധ്യായം നമ്മളെ അസമത്വം കാണിക്കുന്നു. 2-ാം അധ്യായം അതിന്റെ കാരണം അന്വേഷിക്കുന്നു. 3-ാം അധ്യായം ജൂഡിത്ത് ഷേക്സ്പിയർ എന്ന പ്രതീകത്തിലൂടെ നഷ്ടപ്പെട്ട പ്രതിഭകളെ ഓർമ്മിപ്പിക്കുന്നു. 4-ാം അധ്യായം സ്ത്രീയുടെ സ്വന്തം ശബ്ദത്തിന്റെ ജനനം ആഘോഷിക്കുന്നു. 5-ാം അധ്യായം സൃഷ്ടിപരതയ്ക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യവും സ്വകാര്യ ഇടവും അനിവാര്യമാണെന്ന് വ്യക്തമാക്കുന്നു. 6-ാം അധ്യായം മനുഷ്യന്റെ മനസ്സ് അതിരുകളില്ലാത്തതാകണമെന്ന പ്രതീക്ഷയോടെ അവസാനിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഈ പുസ്തകം 6 അധ്യായങ്ങളുടെ സമാഹാരമല്ല, ഒരു ചോദ്യത്തിൽ ആരംഭിച്ച് ഒരു സാമൂഹിക വിമർശനത്തിലൂടെ സഞ്ചരിച്ച് മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനത്തിൽ അവസാനിക്കുന്ന ഒരു ഭൗതിക യാത്രയാണ്. ഇതുവരെ നാം ഈ പുസ്തകത്തിന്റെ ആശയമാണ് കണ്ടത്. ഇനി ഒരു സാഹിത്യ സ്നേഹിയുടെ കണ്ണിലൂടെ ഈ കൃതിയെ നമുക്കൊന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഈ റൂം ഓഫ് വൺസ് ഓൺ ലോക സാഹിത്യത്തിലെ ക്ലാസിക്കായി മാറിയത്? അതിന്റെ ഉത്തരം പുസ്തകത്തിന്റെ ആശയത്തിൽ മാത്രമല്ല, അതിന്റെ എഴുത്തു ശൈലിയിലും സാഹിത്യ ഭംഗിയിലുമാണ്. ഇതൊരു നോവലല്ല, ഒരു ചിന്തയുടെ യാത്രയാണ്. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പുസ്തകത്തിനൊരു കഥയില്ല, ഒരു നായികയില്ല, ഒരു ക്ലൈമാക്സ് ഇല്ല. പക്ഷേ വായനക്കാരനെ തുടക്കം മുതൽ അവസാനം വരെ ചിന്തിപ്പിക്കുന്ന അപൂർവമായ ഒരു ശക്തിയുണ്ട്. കാരണം ഇത് സംഭവങ്ങൾ പറയുന്നില്ല, ചിന്തകളായാണ് ഇത് മുന്നോട്ട് പോകുന്നത്. വിർജീനിയ വൂൾഫ് ഒരിക്കലും ഉത്തരങ്ങൾ നിർബന്ധിച്ചു കൊടുക്കുന്നുമില്ല. അവർ ചോദിക്കുന്നു, സംശയിക്കുന്നു, നമ്മളെ ചിന്തിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഈ പുസ്തകം ഓരോ വായനക്കാരനും വ്യത്യസ്തമായ അനുഭവമായി മാറുന്നത്. പിന്നെ ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ പ്രതീകം എന്നത് ഒരു മുറിയാണ്. അത് ആദ്യമായി കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു മുറി, 4 ചുമരുകൾ, മേശ,
കസേര. പക്ഷെ വൂൾഫ് അതിനും അപ്പുറത്തേക്കാണ് നമ്മളെ ഈ മുറി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു മുറി എന്നതൊരു സ്ഥലമല്ല, ഒരവസ്ഥയാണ്. ഒരു മനുഷ്യന് ഭയമില്ലാതെ ചിന്തിക്കാൻ കഴിയുന്ന അവസ്ഥ. പുസ്തകത്തിലെ മറ്റൊരു പ്രധാന പ്രതീകം മണിയാണ്. വൂൾഫ് പറയുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാത്ത ഒരാളുടെ ജീവിതം പലപ്പോഴും മറ്റുള്ളവരുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. അതിനാൽ പണം എന്നത് ആഡംബരമല്ല, അത് സ്വാതന്ത്ര്യമാണ്, അഭിമാനമാണ്, സ്വന്തം ശബ്ദം നഷ്ടപ്പെടാതിരിക്കാനുള്ള ശക്തിയാണ്. ഇന്ന് നാം നോക്കുമ്പോഴും ഈ ആശയം എത്ര പ്രസക്തമാണ്. സാമ്പത്തികമായി സ്വതന്ത്രരായ ആളുകൾക്ക് സ്വന്തം സ്വപ്നങ്ങൾ പിന്തുടരാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നു. അതുകൊണ്ടാണ് വൂൾഫിന്റെ മണി എന്ന ആശയം ഇത്ര പ്രസക്തമാകുന്നത്. 1-ാം അധ്യായത്തിൽ ലൈബ്രറി പ്രവേശിക്കാൻ കഴിയാത്തൊരു സംഭവം നമ്മൾ കണ്ടു. ആ സംഭവം വെറും ഒരു വ്യക്തിഗത അനുഭവമല്ല. ലൈബ്രറി ഇവിടെ അറിവിലേക്കുള്ള പ്രവേശനത്തിന്റെ, വിദ്യാഭ്യാസത്തിന്റെ, സമത്വത്തിന്റെ, ഒരു സമൂഹം ആരെ പഠിക്കാൻ അനുവദിക്കുന്നു, ആരാണ് അറിവിൽ നിന്ന് അകറ്റപ്പെടുന്നത് എന്ന വലിയ ചോദ്യത്തിന്റെ സംസാരിക്കുന്ന ഒരു പ്രതീകമായി മാറുന്നു. ജൂഡിത്ത് ഷേക്സ്പിയറിനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു. പക്ഷേ സാഹിത്യപരമായി അവളുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂഡിത്ത് ഒരു വ്യക്തിയല്ല, ഒരു തലമുറയാണ്, ഒരു നഷ്ടപ്പെട്ട ചരിത്രമാണ്, ഒരു നിശബ്ദ ശബ്ദമാണ്. ഒരു വായനക്കാരൻ ജൂഡിത്തിനെ വായിക്കുമ്പോൾ അവൾ ഒരു സ്ത്രീയെ മാത്രമല്ല കാണുന്നത്, അവസരം ലഭിക്കാതെ പോയ എല്ലാ മനുഷ്യരെയും കാണുന്നു. അതുകൊണ്ട് ജൂഡിത്ത് ഷേക്സ്പിയർ ലോക സാഹിത്യത്തിലെ ഏറ്റവും ശക്തമായ പ്രതീകാത്മക കഥാപാത്രങ്ങളിൽ ഒന്നാണ്. ഇനി വൂൾഫിന്റെ എഴുത്തു ശൈലിയിലെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകം ആദ്യം വായിക്കുമ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് വൂൾഫ് ഒരിക്കലും പ്രസംഗിക്കുകയല്ല ചെയ്യുന്നത്, അവർ സംവദിക്കുകയാണ്. ഒരു സുഹൃത്ത് സംസാരിക്കുന്നത് പോലെ ഒരു ചിന്ത മറ്റൊരു ചിന്തയിലേക്ക് ഒഴുകുന്നു. ഇതിനെയാണ് സാഹിത്യത്തിൽ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതായത് മനസ്സിലൂടെ ഒഴുകുന്ന ചിന്തകളെ അതേ സ്വാഭാവികതയിൽ അവതരിപ്പിക്കുന്ന ശൈലി. അതുകൊണ്ടാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു ലേഖനം വായിക്കുകയല്ല, ഒരു മഹത്തായ എഴുത്തുകാരിയുടെ മനസ്സിലൂടെ സഞ്ചരിക്കുകയാണെന്ന്. ഈ പുസ്തകം നമ്മൾ പരിചയപ്പെടുത്തി തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകമാണ്, അല്ലെങ്കിൽ ഇതൊരു ഫെമിനിസ്റ്റ് പുസ്തകമാണെന്നാണ് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. അത് എത്രത്തോളം ശരിയാണ്? എന്റെ അഭിപ്രായത്തിൽ ഈ പുസ്തകം സ്ത്രീകളെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്, പക്ഷെ അവസാനിപ്പിക്കുന്നത് മനുഷ്യരെ കുറിച്ചാണ്. കാരണം വൂൾഫ് പറയുന്ന റൂം സ്ത്രീകൾക്ക് മാത്രമല്ല വേണ്ടത്, ഓരോ കലാകാരനും വേണം, ഓരോ എഴുത്തുകാരനും വേണം, ഓരോ ഗവേഷകനും വേണം, ഓരോ മനുഷ്യനും വേണം സ്വന്തം ചിന്തകളെ വളർത്താൻ ഒരു സ്വന്തം ഇടം. ഇന്നത്തെ ലോകത്തിൽ എ റൂം ഓഫ് വൺസ് ഓൺ എന്തുകൊണ്ട് പ്രസക്തമാണ് എന്ന് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിർജീനിയ വൂൾഫ് ഈ പുസ്തകം എഴുതിയത് ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് സ്ത്രീകൾക്ക് സർവകലാശാലയിൽ പഠിക്കാനുള്ള അവസരങ്ങൾ വളരെ പരിമിതമായിരുന്നു. സ്വന്തം സ്വത്തവകാശം പോലും പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നില്ല. എഴുത്തും ഗവേഷണവും പ്രധാനമായും പുരുഷന്മാരുടെ മേഖലയായിരുന്നു. എന്നാൽ ഇന്ന് ലോകം മാറിയിരിക്കുന്നു. സ്ത്രീകൾ ഇന്ന് എല്ലാ മേഖലകളിലും ഉണ്ട്. അപ്പൊ സ്വാഭാവികമായി ഒരു ചോദ്യം ഉയരുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം ഇന്നും പ്രസക്തമാണോ എന്ന്. പ്രസക്തമാണെന്ന് തന്നെയാണ് ഇതിന്റെ ഉത്തരം. കാരണം വൂൾഫ് സംസാരിച്ചത് ഒരു കാലഘട്ടത്തെക്കുറിച്ചല്ല, ഒരു മനുഷ്യന്റെ സൃഷ്ടിപരമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. നമുക്കിടയിൽ തന്നെ അവരുണ്ട്, സ്വപ്നങ്ങളും കഴിവുകളും ഉള്ളവർ. എന്നാൽ അവസരമില്ല, സമയമില്ല, പിന്തുണയില്ല, സ്വന്തം കഴിവുകൾ വളർത്താൻ ഒരു അന്തരീക്ഷമില്ല. വൂൾഫിന്റെ റൂം ഇന്ന് പലർക്കും ലഭിച്ചിട്ടില്ല. ഈ പുസ്തകം സ്ത്രീകളെ കുറിച്ച് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ പുസ്തകം സ്ത്രീകളുടെ അനുഭവങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്, പക്ഷേ അതിന്റെ സന്ദേശം മനുഷ്യരിലേക്കാണ് വ്യാപിക്കുന്നത്. ഒരു ചിത്രകാരന് സ്വന്തം റൂം വേണം, സംഗീതജ്ഞന് സ്വന്തം റൂം വേണം, ഒരു ശാസ്ത്രജ്ഞന്, ഒരു അധ്യാപകന്, ഒരു വിദ്യാർത്ഥിക്ക്, അങ്ങനെ സൃഷ്ടി നടത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്വന്തമായിട്ടൊരു റൂം വേണം. സ്വന്തം കഴിവുകൾ വിരിയാനുള്ള അന്തരീക്ഷം എന്ന അർത്ഥത്തിലാണ് ഇവിടെ നമ്മൾ റൂമിനെ പറയുന്നത്. അതിനാൽ ഈ പുസ്തകം ഓരോ മനുഷ്യനോടും ചോദിക്കുന്നുണ്ട്, നിന്റെ കഴിവുകൾ വിരിയാൻ നിനക്ക് സ്വന്തമായ ഒരു ഇടമുണ്ടോ എന്ന്. ഓരോ പുസ്തകവും നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കുന്നു. ഈ പുസ്തകവും നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്: പ്രതിഭ മാത്രം മതിയാകില്ല, അവസരവും വേണം, സാമ്പത്തിക സുരക്ഷയും വേണം, സമൂഹത്തിന്റെ പിന്തുണയും വേണം. ചിലപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതം മാറുന്നത് വലിയ സഹായങ്ങളാലല്ല, ഒരു ചെറിയ പ്രോത്സാഹനമാണ്, ഒരു വിശ്വാസമാണ്, ഒരു തുറന്ന വാതിലാണ്. അതുകൊണ്ടാണ് വൂൾഫ് ഒരു മുറിയെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ സാധ്യതകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എ റൂം ഓഫ് വൺസ് ഓൺ ഒരു ലേഖനം മാത്രമല്ല, ഒരു സാമൂഹിക വിമർശനമാണ്, ഒരു സാഹിത്യ പ്രഖ്യാപനമാണ്, ഒരു ദാർശനിക ചിന്തയാണ്, ഒരു സ്ത്രീയുടെ ശബ്ദത്തെ ലോക സാഹിത്യത്തിന്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന ചരിത്രരേഖയാണ്. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം സമൂഹത്തെയും സ്വന്തം ജീവിതത്തെയും പുതിയ കണ്ണുകളോടെ കാണാൻ തുടങ്ങും. വിർജീനിയ വൂൾഫ് ഒരിടത്ത് പറയുന്നുണ്ട്, ബുക്സ് കണ്ടിന്യൂ വിത്ത് ഈച്ച് അതർ. ഒരു പുസ്തകം അവസാനിക്കുന്നിടത്ത് മറ്റൊരു പുസ്തകം ആരംഭിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഈ റൂം ഓഫ് വൺസ് ഓൺ അവസാനിക്കുന്നിടത്ത് നമ്മുടെ ചിന്തയാണ് ആരംഭിക്കുന്നത്. ഈ പുസ്തകം നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുന്നു: നമ്മുടെ സമൂഹത്തിൽ എത്ര ജൂഡിത്ത് ഷേക്സ്പിയർമാർ ഇന്നും ജീവിക്കുന്നു? നാം അവരെ കാണുന്നുണ്ടോ? അവരുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അവരുടെ കഴിവുകൾ വിരിയാൻ നാം അവസരം നൽകുന്നുണ്ടോ? കാരണം ഓരോ മനുഷ്യന്റെ ഉള്ളിൽ ഒരു കഴിവുണ്ട്, ഓരോ കഴിവിനും ഒരു സ്വപ്നമുണ്ട്, ഓരോ സ്വപ്നത്തിനും ഒരിടം വേണം. ആ ഇടത്തെയാണ് വിർജീനിയ വൂൾഫ് എ റൂം ഓഫ് വൺസ് ഓൺ എന്ന് വിളിച്ചത്. എ റൂം ഓഫ് വൺസ് ഓൺ സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചുള്ള പുസ്തകം മാത്രമല്ല, ഓരോ മനുഷ്യന്റെയും കഴിവുകൾ വിരിയാൻ ആവശ്യമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ശാശ്വതമായ പ്രഖ്യാപനമാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ അത്തരമൊരു മുറി സൃഷ്ടിക്കാം, മറ്റുള്ളവർക്കും അത്തരമൊരു മുറി നൽകാം. സ്ത്രീകളുടെ ഭൗതിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ലോക സാഹിത്യത്തിൽ ഇത്ര ധൈര്യത്തോടെയും ഇത്ര സൗന്ദര്യത്തോടെയും എഴുതിയ കൃതികൾ വളരെ വിരളമാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകം ഇന്നും ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിൽ പഠിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരുപാട് വനിതാ എഴുത്തുകാരുണ്ട്. അതെ,
ചിത്രശിവനടക്കം അതെ, ഒരുപാട് എഴുത്തുകാരുണ്ട്. ഈ കാലഘട്ടം നമുക്ക് ഈ ഒരു കഥയിലൂടെ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിലും ഒരു കാര്യമുണ്ട് രതീഷ്. ഇപ്പം നമ്മൾ എഴുതുന്നുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു സ്പേസ് കിട്ടിയ കൊണ്ട്. ഇത് കിട്ടാത്ത കഴിവുള്ള എത്രയോ പേർ നമുക്ക് ഇടയിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മൾ അവരെ കണ്ടെത്തുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അവരെ കാണുന്നില്ല. കണ്ടാലും ചിലപ്പം അതിനുള്ള ഒരു സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കുന്നില്ല. ഇപ്പോഴും ഉണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാനുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അതെ, സാമ്പത്തിക നിന്നും സപ്പോർട്ട് കിട്ടാത്തവരുണ്ട്, ഉണ്ടാവാം. സാഹചര്യങ്ങൾ അനുവദിക്കുന്നുണ്ടാവില്ല. പല പല റീസൺസ് ഉണ്ട്. ഇപ്പൊ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ നോക്കണം, വർക്കിംഗ് വുമൺ ആണെങ്കിൽ ഓഫീസിലത്തെ കാര്യങ്ങൾ നോക്കണം. അപ്പം ഇവര് ശരിക്കും പറഞ്ഞാൽ ഫുള്ളി പാക്ഡ് ആണ്. ഇതിനിടയ്ക്ക് ഇവർക്ക് എവിടെയാണ് ഒരു സമയം കിട്ടുക? കിട്ടിയ സമയമാണെങ്കിലും സ്വതന്ത്രമായി ചിന്തിക്കുക എന്ന് പറയും. അങ്ങനെ ചിന്തിക്കാൻ അവരുടെ ബ്രെയിനിന് പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ. പക്ഷെ അതിനൊരു സാഹചര്യം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരു വർക്കിംഗ് വുമൺ ആണെങ്കിൽ അവരുടെ ചിന്ത, ഇപ്പൊ പൊതുവെ ഞാൻ കേട്ടിട്ടുള്ളതാണ്, എന്റെ വർക്ക് പ്ലേസിലൊക്കെ ആണെങ്കിലും കേട്ടിട്ടുള്ളതാണ്, ഫസ്റ്റ് അവരുടെ തോട്ട് വരുന്നത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ചായിരിക്കും. ഇന്നെന്താണ് കുക്ക് ചെയ്യേണ്ടത്, ഓഫീസിലത്തെ റിപ്പോർട്ട് എപ്പോഴത്തേക്കാണ് അയക്കേണ്ടത്, അത് തീർന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ ബോധർ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അവർക്ക് പ്രതിഭ ഉണ്ടെങ്കിലും, അവരിൽ എഴുതാനുള്ള കഴിവുണ്ട് എന്നാണെങ്കിൽ പോലും അവർക്കതിനെ എഴുതാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഒത്തുകിട്ടുന്നില്ല. അത് കണ്ടറിഞ്ഞ് ഇപ്പം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരിലാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം ഒരു ഫാമിലിയിലാണെങ്കിൽ ഹസ്ബൻഡിനോ മക്കൾക്കോ ഒക്കെ ആയിരിക്കും അത് പെട്ടെന്ന് തിരിച്ചറിയാനാവുക. അപ്പൊ അതിനുള്ള ഒരു സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഈ പുസ്തകം അങ്ങനെ പല ആൾക്കാരെയും ഒന്ന് മനസ്സ് തുറന്ന് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകം കൂടി. ഉറപ്പായിട്ടും അത് വായിച്ചു കഴിഞ്ഞു കഴിയുമ്പം സ്വാഭാവികമായിട്ട് നമ്മളോട് തന്നെ ചോദിക്കും, ഞാൻ അങ്ങനെ ഒരു സാഹചര്യം എന്റെ കൂടെയുള്ളവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ടോ എന്ന്. അത് ഭാര്യ ആയാലും ഭർത്താവിനായാലും കൂടെയുള്ള ഏതൊരാളായാലും നമ്മൾ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സെൽഫായിട്ട് ഒന്ന് ആലോചിച്ചു നോക്കും. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് നന്ദി ചിത്ര ശിവൻ, ഇങ്ങനെ ഒരു പുസ്തകം നമ്മളെ പരിചയപ്പെടുത്തിയല്ലോ. നന്ദി രതീഷ്. എ റൂം ഓഫ് വൺസ് ഓൺ. ഈ പുസ്തകത്തിലൂടെ നമ്മളെ ചിന്തിപ്പിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ചിത്ര പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫെമിനിസ്റ്റ് പുസ്തകം എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്തേണ്ട ഒരു പുസ്തകമല്ല, എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം കൂടി തന്നെയാണ്. എസ്പെഷ്യലി പുരുഷന്മാരും ഇത് വായിച്ചാലേ നമ്മുടെ വീട്ടിലും ഒളിഞ്ഞിരിക്കുന്ന പ്രതിഭകളെ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീട്ടിനുള്ളിൽ ഇത്തരം നല്ല ചിന്തകൾ എഴുതാൻ ആഗ്രഹിക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മളെ കൊണ്ടും സാധിക്കുന്നതായിരിക്കും. അത് ഇതിലൂടെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങളിലൂടെ ഈ പുസ്തകത്തിലൂടെ വിർജീനിയ വോൾഫ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകം നിങ്ങളെല്ലാവരും വായിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് റേഡിയോ ലൈബ്രറിക്ക് അറിയിക്കാനുള്ളത്. ആ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ബൈ പറയുകയാണ് രതീഷ്. കേട്ടോണിക്യൂ റേഡിയോ മലയാളം 98.6 FM, ഖത്താസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ.